ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. ഇപ്പൊ ഇവിടെ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. അമ്മ പുറത്താ. വൈഫ് പ്രശ്നമാക്കോ? ഒരു പ്രശ്നവുമില്ല. അവൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. ദേ, ഇത് ശരവണൻ, AC മെക്കാനിക്കാ. ഇലക്ട്രോണിക്സിന്റെയൊക്കെ കാലന. ഒരു കുഞ്ഞിന് പോലും സംശയം തോന്നാത്ത രീതിയിൽ നിമിഷ നേരം കൊണ്ട് വേണ്ടത് ചെയ്ത് തന്നിരിക്കും. മുറി കാണിച്ചെന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ നിസാരോട് ചെയ്തോളാം. കേട്ടല്ലോ, ഇന്ന് ഉറങ്ങാൻ കിടക്കുന്ന സാറിന്റെ ചേട്ടൻ നാളെ ഉറക്കം എഴുന്നേറ്റ് വരില്ല. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാ. ശരി വാ. അറിയാലോ, എൻ്റെ അമ്മാവൻ പറഞ്ഞിട്ടാ ഞാൻ ചേട്ടനെ ഒന്ന് കണ്ടത്. ഇതിനു മുൻപ് ഇതുപോലുള്ള കൃത്യങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ അമ്മാവൻ നിങ്ങളെ സമീപിച്ചിട്ടുള്ളതാ. പക്ഷേ അതൊന്നും വിജയിച്ചിട്ടില്ല. സാറിന്റെ ചേട്ടനെ ആ മാർക്കോയുടെ സഹായം ഉള്ളതുകൊണ്ടാ ഞങ്ങൾ പലയിടത്തും തോറ്റുപോയത്. അതുകൊണ്ടാ ഇവിടെ ശക്തി വേണ്ട ബുദ്ധിമതി എന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ച്. ഇവിടേക്ക് എന്തായാലും മാർക്കോ കടന്നു വരില്ലല്ലോ. പക്ഷേ ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസിന് സംശയം തോന്നിയാലും മാർക്കോയ്ക്ക് തോന്നരുത്. അങ്ങനെ സംഭവിച്ചാലേ അവൻ ഞങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലു. സാറിനെ അതൊക്കെ എനിക്കറിയാം. നിങ്ങളെ ഏൽപ്പിച്ച ജോലി ഭംഗിയാക്കിയാൽ മാത്രം മതി. എന്നാ പിന്നെ വാ. ഇതാണ് മുറി. ഒന്നര ടണ്ണിന്റെ AC അല്ലേ? അതെ. എന്നാ പിന്നെ ശരവണന്റെ പണി നടക്കട്ടെ അല്ലേ? അതെ, ഉച്ചയ്ക്ക് മുമ്പ് അമ്മ വരും. അതിനുമ്പെല്ലാം കഴിയോ? എനിക്കൊരു അരമണിക്കൂർ മതി. അതൊന്ന് അഴിക്കണം. എനിക്കത് മതി. എന്നാ പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ. സ്വന്തം ചേട്ടനെയാണ് അനിയൻ കൊല്ലുന്നതല്ലേ? സ്വന്തം ചേട്ടനൊന്നുമല്ല, അച്ഛനൊന്നാണെങ്കിലും അമ്മമാര് രണ്ടാ. ഇനിയിപ്പോ ഒന്നായാലും നമുക്കൊന്നുമില്ല. നമ്മളെ ഏൽപ്പിച്ച പണി നമ്മളങ്ങ് ചെയ്താ പോരെ? വാ. ശരി. നീ ജ്യൂസ് ഉണ്ടാക്കിയില്ലേ? എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക. അവര് പണിയൊക്കെ കഴിഞ്ഞ് താഴെ വരും, അപ്പൊ കൊടുക്കണം. അല്ല ഉണ്ണിയേട്ടാ, അവരെന്താ അവിടെ ചെയ്യുന്നേ? അവരെ AC റിപ്പയർ ചെയ്യാനായിട്ട് വന്നതാ. കണ്ണേട്ടന്റെ മുറിയിലെ AC യോ? അതെ. അതിന് ആ AC കംപ്ലൈന്റ് ആയോ?